തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ തിരുവനന്തപുരത്ത് സ്കൂളിലേക്ക് പോകാം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഒന്നാം ക്ലാസ്സിലാണോ? അതെ, ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ് ഇന്ന് ഒന്നാം ക്ലാസ്സിലെ ക്ലാസ്സുകളിലേക്ക് കടന്നു തുടങ്ങാവുന്നതാണ്. ഏതായാലും നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഈ സ്കൂളുകളിൽ എത്തുമ്പോൾ പോകുമെന്നുള്ളത് പ്രത്യേകിച്ച് വിനിഷയോട് പറയേണ്ടതില്ല. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഇവിടെ കോട്ടൺ ഹിൽ സ്കൂളാണിത്, കോട്ടൺ ഹിൽ LPS ആണ്. ഈ LPS എത്തിയപ്പോൾ ഓരോ ക്ലാസ് മുറികളും കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി പഠിക്കണം, ഒന്നുകൂടി ഇവിടെ വന്ന് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹം തോന്നും. കാരണം ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ആ കുരുന്നുകളെ വരവേൽക്കുവാൻ വേണ്ടി ആ രീതിയിൽ വർണ്ണാഭമാക്കിയിരിക്കുകയാണ് ഓരോ ക്ലാസ് മുറികളും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് വിനിഷ. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഏത് രീതിയിലാണ് ക്ലാസ് മുറികളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. ചുവരിലൊക്കെ ചിത്രങ്ങൾ, കാർട്ടൂണുകൾ ഒക്കെ നിറച്ച് ആ രീതിയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ക്ലാസ് മുറികളൊക്കെ കാണുമ്പോൾ ഇവിടെയൊക്കെ വന്നിരുന്ന് ഒന്ന് പഠിക്കണം, വീണ്ടും വന്നൊന്നിരിക്കണം എന്ന് തോന്നൽ ഒരു അതിശയമില്ല. കാരണം ആ രീതിയിലാണ് നമ്മുടെ സ്കൂളുകൾ മാറിയിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത്തവണത്തെ പ്രവേശനോത്സവത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പ്രവേശനോത്സവ ഗാനം തൊട്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം പ്രവേശനോത്സവ ഗാനം എന്ന് പറയുന്നത് ഭദ്രഹരി എന്ന് പറയുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഇനി അടുത്ത +1 പ്രവേശനം നേടുകയാണ്. ആ ഭദ്രഹരിയുടെ ആ കവിതയിൽ നിന്നാണ് ഈ ഒരു പ്രവേശനോത്സവ ഗാനം സെലക്ട് ചെയ്യപ്പെട്ടത്. അതിനുശേഷം അതിനാണ് സംഗീതമൊക്കെ നൽകി പ്രവേശനോത്സവ ഗാനമായി അത് മാറിയിരിക്കുന്നത്. ഇന്ന് ഭദ്രഹരിയാണ് ആലപ്പുഴയിൽ നടക്കുന്ന ചടങ്ങിലെ വിശിഷ്ടാതിഥി എന്നതുകൂടി പറയുമ്പോൾ അതും മറ്റൊരു പ്രത്യേകതയാണ് ഈ പ്രവേശനോത്സവത്തിൻ്റേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അധ്യയന വർഷത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മറ്റൊന്ന് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചതിന് ശേഷമുള്ള അധ്യയന വർഷം എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വലിയ പ്രയത്നം തന്നെയാണ്, വലിയ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു പാഠപുസ്തക പരിഷ്കരണമൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആ രീതിയിൽ എത്തുന്ന ഒരു പുതിയ അധ്യയന വർഷം എന്നുള്ള പ്രത്യേകത. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആദ്യത്തെ ഒരു 2 ആഴ്ച എന്ന് പറയുന്നത് നമുക്ക് പുതുതായിട്ട് ക്ലാസ്സിൽ പാഠങ്ങളൊന്നും തന്നെ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യമായി ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ആദ്യ ദിവസം തന്നെ പഠിത്തം എന്നുള്ളൊരു ടെൻഷൻ ഒന്നും വേണ്ട. കുട്ടികൾക്ക് ആദ്യത്തെ ഒരു 2 ആഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സമൂഹമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ എന്തൊക്കെ പാചകം ചെയ്യേണ്ട രീതികൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക്. പിന്നെ വീട്ടിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ അതിലെന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെ ശരിയാക്കാം. അതായത് വലിയ ജോലികളല്ല, ചെറിയ രീതിയിലുള്ള ജോലികൾ അതൊക്കെ എങ്ങനെ നന്നാക്കിയെടുക്കാം, അങ്ങനെയുള്ള ടിപ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു അവബോധമൊക്കെ നൽകുക എന്നുള്ളതാണ് ഇത്തവണ ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ആഴ്ച ആ രീതിയിലുള്ള പൊതുജ്ഞാനം, അതോടൊപ്പം തന്നെ ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശങ്ങൾ, ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം, അങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഇത്തവണത്തെ ഈ ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ക്ലാസ്സുകളിലേക്ക് കടക്കുക. ക്ലാസ്സുകളിലേക്ക് കടക്കുമ്പോഴും കൂടുതൽ ടെൻഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് എന്നുള്ള കാര്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. കാരണം വി ശിവൻകുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളൊരു പ്രത്യേകത കൂടി മന്ത്രി വി ശിവൻകുട്ടിക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പഠിപ്പിക്കുന്ന രീതിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം മന്ത്രി അധ്യാപകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ പൂർണ്ണ സജ്ജമാണ് ഇത്തവണത്തെ പുതിയ അധ്യയന വർഷത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ, കൃത്യം 10 മണിക്ക് തന്നെ ആലപ്പുഴയിൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. പ്രവേശനോത്സവത്തോടു കൂടി പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നു. ആ ഒരു സമയം, അതായത് ഇനിയുള്ളൊരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക എല്ലാ സ്കൂളുകളിലേക്കും കുരുന്നുകൾ എത്തിത്തുടങ്ങുന്നതാണ്. കുരുന്നുകൾ എത്തുമ്പോൾ ചിലർ വളരെ സന്തോഷത്തിലായിരിക്കും, പക്ഷേ ചിലരൊക്കെ കരച്ചിൽ, അതൊരു പതിവ് രീതിയായിരിക്കും. കാരണം ആദ്യമായി സ്കൂളുകളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു വിഷമം, കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു വിഷമം അതൊക്കെ ഉണ്ടാവും. ഏതായാലും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് സ്കൂള് വളരെ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ സ്കൂളുകളിലും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാനും ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോഴത്തേക്കും എല്ലാ സ്കൂളുകളിലേക്കും കുഞ്ഞുമക്കൾ എത്തിത്തുടങ്ങുമെന്നുള്ളതിൽ സംശയമില്ല. കൃത്യം 10 മണിക്കാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അതേ സമയത്ത് തന്നെ മറ്റ് ജില്ലകളിലും ജില്ലാതല ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. പ്രവേശനോത്സവം ഓരോ സ്കൂളുകളിലും കെങ്കേമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പും ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷ